ഹായ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ബിസിനസ് നീഷ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഒരു സീരീസിൽ ഇപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി, നമ്മുടെ ഈ ഒരു സീരീസിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ഈ ഒരു സീരീസിൽ ഫസ്റ്റ് പാർട്ടാണ് എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. ഇപ്പം നിങ്ങളിൽ പലരും ഒരു ബിസിനസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 9 to 5 ജോബിൽ നിന്ന് സ്കിപ്പ് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് കാലം പ്രവാസിയായിട്ട് നിന്നിട്ട് ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടോ, അല്ലെങ്കിൽ ലൈഫിൽ ഇനി ഒരു 9 to 5 ജോബ് വേണ്ട, അതിന് ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാമെന്നുള്ളൊരു നീഷയിൽ മാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, ബിസിനസ് ചൂസ് ചെയ്യാതിരിക്കുക. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ബിസിനസ് നമുക്ക് പറ്റിയ ബിസിനസ് ആണോ, അല്ലെങ്കിൽ നമ്മളുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുമായിട്ട് അത് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം. അതായത് ആ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ എൻ്റേതായിട്ടുള്ള ഒരു ഇഷ്ടം, അല്ലെങ്കിൽ എനിക്കൊരു ഫോളോയിങ് ആ ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമുക്ക് ആ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ നമുക്ക് സക്സസ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടീഷർട്ടാണ്. സോ ഞാൻ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, ടീഷർട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ടീഷർട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന പുതിയ പുതിയ സ്റ്റൈലുകളെ, അല്ലെങ്കിൽ പുതിയ പുതിയ കാറ്റഗറി വരുന്ന ടീഷർട്ട്സിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ ആ ബിസിനസ് കാറ്റഗറിയിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിൽ വരുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം നിങ്ങൾ ബിസിനസ് ചെയ്യാൻ വേണ്ടത്. അതായത് ലൈക്ക് ആ ഒരു പ്രൊഡക്റ്റിന് നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്നെസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മറ്റ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റ് ഇറങ്ങുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിന് ഒരു യുണീക്നെസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു പുതുമ ഉണ്ടായിരിക്കണം. മറ്റ് ടീഷർട്ടുകളെ പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസൈനിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോളോയിങ് നമ്മുടെ പ്രൊഡക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ബിസിനസ്സിൽ നിങ്ങളൊരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാച്ച് ആവുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഏത് പ്രൊഡക്റ്റ് ആണോ നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ, എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ സെല് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റാണ് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളിൽ നിന്നിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ബിസിനസ്സിലേക്ക് വരുമ്പം നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ പലരും ഫോളോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ സ്റ്റോറീസ് കേൾക്കുക, എന്നിട്ട് ആ സക്സസ്സിൽ നിന്ന് ഇൻസ്പയർ ആയതുകൊണ്ട് ബിസിനസ്സിലേക്ക് വരിക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് ഉണ്ടാവാറുള്ളത്. സോ അത് വളരെ നല്ലതാണ്. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ആ ബിസിനസ്സിൽ നിന്നിട്ട് ഫെയിൽ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ചോദിച്ച് പഠിക്കുക. അതായത് എന്തുകൊണ്ട് അവരുടെ ബിസിനസ് ഫെയിലായി എന്നുള്ളത് ചോദിച്ച് പഠിക്കുക. അതായത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മിസ്റ്റേക്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുണ്ടാവുക. ഒരാളുടെ ഇൻസ്പിറേഷൻ്റെ അപ്പുറത്തേക്ക് ഒരാളുടെ മിസ്റ്റേക്സിലാണ് നമുക്ക് എപ്പോഴും കൂടുതൽ പഠിക്കാനുണ്ടാവുക. കാരണം ഫെയിലിയറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫെയിലിയറിൽ നിന്നിട്ടാണ് പല ബിസിനസ് ഓണേഴ്സും ക്രിയേറ്റ് ആവുന്നത്. അല്ലെങ്കിൽ ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ആൾ ഒരുപാട് തവണ ഫെയിൽ ആയിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഇൻഡസ്ട്രിയിലുള്ള ഫെയിൽഡ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനെയും, അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ഇൻട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സംസാരിക്കുക, അവരുടെ അടുത്ത് ചോദിച്ച് സംസാരിക്കുക. അവരിൽ നിന്നിട്ട് ലേൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ കാറ്റഗറി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു നീഷേൻ്റെ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള സീരീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ബിസിനസ്സിനെ എങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, ഓരോ കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം. നമ്മളൊരു നെയിം ചൂസ് ചെയ്യുന്നതായിക്കോട്ടെ, ഒരു ലോഗോ ചൂസ് ചെയ്യുന്നതായിക്കോട്ടെ, നമ്മുടെ വെബ്സൈറ്റ്സ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, വാട്ട് എവർ ഏതായിക്കോട്ടെ, നമ്മൾ അതിനൊക്കെ ഒരു നീഷ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ബിസിനസ് സക്സസ് ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഒരു ജേണിയിലെ പുതിയൊരു വീഡിയോയിലേക്ക്, അടുത്ത വീഡിയോയിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ആ വീഡിയോയും കൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഞാൻ കമൻസിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാവുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ വേണ്ടി പോകുന്ന, ഒരു ലോഗോ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.